ഇത് ഞങ്ങളുടെ ജോസച്ചൻ CJ ജോസ് IAS. 2025 എൻ്റെ ജീവിതത്തിലുണ്ടായ ഏറ്റവും വലിയ നഷ്ടമാണ് അദ്ദേഹത്തിൻ്റെ വിയോഗം. അദ്ദേഹത്തിൻ്റെ അവസാന നിമിഷം ഞങ്ങളുടെ ഒപ്പം ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ ഞങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് എൻ്റെ കൈകളിലേക്ക് വീഴുകയാണ് ഉണ്ടായത്. ആദ്യമായിട്ടാണ് മരണം നേരിൽ കാണുന്നത്. അതെനിക്ക് വലിയൊരു ഷോക്കായി. എൻ്റെ ഏറ്റവും വലിയ സപ്പോർട്ടറും മെൻറ്ററും എല്ലാമായിരുന്നു ജോസച്ചൻ. ബൈബിളിൽ പറയുന്നു, നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാണ്. വിളക്ക് കൊളുത്തി ആരും പറയുടെ കീഴിൽ വയ്ക്കാറില്ല, അത് പീഠത്തിന്മേലാണ് വയ്ക്കുക. അപ്പോൾ അത് ആ ഭവനത്തിലുള്ളവർക്ക് പ്രകാശം നൽകുന്നു. തൻ്റെ സൽപ്രവൃത്തികൾ കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി തനിക്ക് കിട്ടിയ വെളിച്ചം മറ്റുള്ളവർക്ക് പ്രകാശമായി നൽകിയ മഹത് വ്യക്തിയാണ് CJ ജോസ് IAS. മലബാറിലെ ഇരിട്ടിയിലുള്ള പുറവേൽ എന്ന കൊച്ചു ഗ്രാമത്തിൽ ചീരമറ്റം കുടുംബത്തിൽ 10 മക്കളിൽ 6ാമനായി ജനിച്ച് ചെറുപ്പത്തിൽ തന്നെ മാതാപിതാക്കളെ നഷ്ടപ്പെട്ട് എന്നാൽ കഠിന ശ്രമങ്ങളിലൂടെ പ്രാഥമിക പഠനം പൂർത്തിയാക്കി അധ്യാപകനായി മിസോറാമിൽ വർക്ക് ചെയ്യുമ്പോൾ ആരോ കൊടുത്ത 5 രൂപയ്ക്ക് അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങി IAS എന്ന കടമ്പയ്ക്ക് വേണ്ടി ഫോം പൂരിപ്പിച്ചു കൊടുത്ത് തുടർന്ന് ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിൽ തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിച്ച അധികാരികൾക്ക് മുമ്പിൽ മുട്ടുമടക്കാതെ ധൈര്യത്തോടെ ശരി എന്ന് തോന്നിയതിനൊപ്പം ശരി കൊടുത്തുകൊണ്ട് തല ഉയർത്തി നിർഭയനായി ഗുജറാത്ത് കേഡറിൽ പ്രവർത്തിച്ച വ്യക്തിയായിരുന്നു അദ്ദേഹം. കേരളത്തിലും അദ്ദേഹത്തിന്റെ സർവീസ് അവർണ്ണനീയമാണ്. സ്പൈസസ് ബോർഡിന്റെ ചെയർമാനായി സ്പൈസസ് ബോർഡ് ഓഫ് ഇന്ത്യക്ക് വേണ്ടി വിലമതിക്കാനാകാത്ത സംഭാവനകൾ അദ്ദേഹം നൽകി. എല്ലാവരോടും കരുണയോടും സ്നേഹത്തോടും ആശ്വസിപ്പിച്ച് സംസാരിക്കുന്നതിൽ അദ്ദേഹത്തിന് പ്രത്യേക കഴിവ് തന്നെയായിരുന്നു. തനിക്ക് മുന്നിൽ വിഷമം അനുഭവിക്കുന്നു എന്ന് തോന്നിയവർക്ക് കൈ അയച്ച് സഹായിക്കുന്നതിൽ, പാവപ്പെട്ട മക്കളെ പഠിപ്പിക്കുന്നതിലും അദ്ദേഹം മുൻകൈയെടുത്തിരുന്നു. ഒരു തേങ്ങലോടെ അല്ലാതെ അദ്ദേഹത്തെക്കുറിച്ച് ഓർക്കുക പ്രയാസമാണ്. ഓരോരുത്തർക്കും അദ്ദേഹത്തോട് ഒരു വ്യക്തിപരമായ അടുപ്പമുണ്ടായിരുന്നു. വളരെ സാധാരണമായ സാഹചര്യത്തിൽ ജീവിച്ച് കഠിനാധ്വാനത്തിലൂടെ തൻ്റെ പരിശ്രമങ്ങളിലൂടെ മലബാറിൽ നിന്നുള്ള ആദ്യത്തെ IAS ഓഫീസറായി ഒരു സാധാരണ മനുഷ്യനായി എൻ്റെയല്ല, ഞങ്ങളുടെ ജോസച്ചൻ, ജോസ് പാപ്പൻ, ജോസ് സാർ അങ്ങനെ പോകുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതം നൽകിയ അനുഭവങ്ങൾ, മൂല്യങ്ങൾ, മറ്റുള്ളവരോടുള്ള കരുതൽ, ഒട്ടും അഹങ്കാരമില്ലാതെ നിഷ്കളങ്കമായ ചിരി, സ്നേഹാന്വേഷണങ്ങൾ, ആശ്വസിപ്പിക്കലുകൾ, ഇതൊക്കെ ഓർക്കുമ്പോൾ അദ്ദേഹം നമ്മുടെ കൂടെ തന്നെ ഉള്ളതായി നമുക്ക് തോന്നും. നമുക്ക് പരസ്പരം സ്നേഹിക്കാം, സന്തോഷത്തിൽ വളരാം, പരസ്പരം സഹായിക്കാം. എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്. വിത്ത് ലവ്, ജിനോ കാനാട്ട്.